ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഡൗട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടോൺ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതായത് സ്കിൻ ടൈപ്പ് അല്ല, സ്കിൻ ടൈപ്പിന്റെ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. സ്കിൻ ടോൺ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും പാടാണ്. കാരണം നല്ലൊരു ഫൗണ്ടേഷൻ ഷെയ്ഡ് കണ്ടുപിടിക്കാനോ നല്ലൊരു ഡ്രസ്സ് കണ്ടുപിടിക്കാനോ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. എന്റെ സ്കിൻ ടോണിന് മാച്ച് ആവുന്നത് എങ്ങനെയാണ്, എന്താണ് എന്റെ സ്കിൻ ടോൺ. ആളുകൾ പൊതുവെ പറയുന്നത് വെളുത്ത ആള്, കറുത്ത ആള്, മീഡിയം സ്കിൻ, ഫെയർ സ്കിൻ, ഡസ്കി സ്കിൻ ഒക്കെയാണ് പൊതുവെ എല്ലാരും പറയുന്നത്. ഇപ്പൊ എന്നെ എല്ലാരും പറയുന്നത് ഫെയർ സ്കിൻ ആണെന്നാണ്. പക്ഷെ ഇത് ഫെയർ സ്കിൻ അല്ല. ഫെയർ സ്കിൻ വരുന്നത് ഫോറിനേഴ്സിനാണ്. മനസ്സിലായോ? അപ്പൊ പല ആളുകൾക്കും അവരുടെ സ്കിൻ ടോൺ ഏതാണെന്ന് ഇപ്പോഴും അറിയില്ല. എങ്ങനെയാണ് ഒരു സ്കിൻ ടോൺ കണ്ടുപിടിക്കുന്നത് പോലും അറിയില്ല. എല്ലാവരും നോർമലി നമ്മൾ പറയുമല്ലോ വെളുത്ത ആളാണ്, അതൊരു ഇരുനിറക്കാരാണ്, അതിൽ ഇച്ചിരി ഇരുനിറമായിട്ടുള്ള ഒരാളാണെന്ന് പറയും അല്ലെ. അപ്പൊ എങ്ങനെയാണ് സ്കിൻ ടോൺ കണ്ടുപിടിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മുടെ സ്കിൻ അണ്ടർടോൺ ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡ്രസ് ആണെങ്കിലും ലെൻസ് ആണെങ്കിലും, അതായത് ലെൻസ്, ഡ്രസ്സ്, ഓർണമെന്റ്സ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ പല ആളുകൾക്കും ഇന്ന ഡ്രസ്സ് മാച്ച് ആണോ, ഇന്ന ഡ്രസ്സ് മാച്ച് അല്ലേ എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും. ചില ആളുകൾ വൈറ്റ് ഇട്ട് കഴിഞ്ഞാല് ഇരുണ്ടിരിക്കും. ഞാൻ വൈറ്റ് ഇടുന്ന ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് വൈറ്റ് ഇടുന്ന രാത്രി ഇടാനാണ് ഇഷ്ടം. കാരണം പകല് ഞാൻ വൈറ്റ് ഇട്ടാല് കുറച്ച് ഇരുണ്ടിരിക്കും. അതായത് നമ്മുടെ സ്കിൻ ടൈപ്പ് അറിയാണ്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് അതെല്ലാം. എന്ന് പറഞ്ഞാൽ വൈറ്റ് ഇടാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് ഇടാം. ഓക്കെ. അപ്പോ സ്കിൻ അണ്ടർ ടോൺസിനെ നമ്മൾ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. വാം, കൂൾ, ന്യൂട്രൽ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കണം. വാം, കൂൾ, ന്യൂട്രൽ. ഈ 3 ടൈപ്പാണ് നമുക്ക് സ്കിൻ അണ്ടർടോണിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു 3 അണ്ടർടോൺ ആണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്: വാം, ന്യൂട്രൽ, കൂൾ. ഓക്കെ, നമുക്ക് ആദ്യം വാം അണ്ടർടോണിനെ കുറിച്ച് പഠിക്കാം. വാം അണ്ടർടോൺ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ്. നമ്മൾ വാം ആണോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് വെയിൻ ടെസ്റ്റ് ആണ്. നമ്മുടെ വെയിന്റെ കളർ കൊണ്ട് നമുക്ക് വാം അണ്ടർടോൺ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയെന്നറിയോ? നമ്മുടെ വെയിൻ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ, ഗ്രീൻ കളർ വെയിൻ ആണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ വരുന്നത് വാം ആണ്. അതായത് വാം അണ്ടർടോണിലാണ് നമ്മുടെ സ്കിൻ ടോൺ വരുന്നത്. ആസ് യു ക്യാൻ സീ, എന്റെ സ്കിൻ ടോൺ വാം അല്ലല്ലോ നിങ്ങൾ കാണുന്നത്. ഇനി നിങ്ങളുടെ വെയിൻ ബ്ലൂ കളർ അല്ലെങ്കിൽ പേർപ്പിൾ കളർ ആണെന്നുണ്ടെങ്കിൽ അതൊരു കൂൾ അണ്ടർടോൺ ആണ്. അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ദേ ഇവിടെ ഒരു ബ്ലൂ പർപ്പിൾ കാണുന്നുണ്ടല്ലോ, കണ്ടോ? പേർപ്പിൾ ഓർ ബ്ലൂ വെയിൻ വരുന്നുണ്ടെങ്കിൽ അത് കൂൾ അണ്ടർടോൺ ആണ്. ഇനി ഇത് രണ്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ഗ്രീൻ ആണോ എന്ന് അറിയില്ല, നോക്കിയിട്ട് ബ്ലൂ ആണോ എന്ന് അറിയില്ല എങ്കിൽ അത് ന്യൂട്രൽ അണ്ടർടോൺ ആണ്. അപ്പൊ 3 ടൈപ്പ് പറഞ്ഞു: വാം, കൂൾ, ന്യൂട്രൽ. ഗ്രീൻ കളർ വെയിൻ ആണ് നിങ്ങളുടെ കയ്യിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് എന്ത് അണ്ടർടോൺ ആണ്? വാം അണ്ടർടോൺ ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പർപ്പിളോ ബ്ലൂവോ വെയിൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കൂൾ അണ്ടർടോൺ ആണ്. ഇത് രണ്ടും അല്ല, അതായത് കൺഫ്യൂഷൻ ആണ്. ബ്ലൂ ഇല്ല ഗ്രീനും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ന്യൂട്രൽ അണ്ടർടോൺ ആണ്. അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഐഡിയയിൽ പറഞ്ഞുതരാം. ഇത് കുറച്ച് കൺഫ്യൂഷൻ ആയെങ്കിൽ വേറെ ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ഗോൾഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളല്ലേ, ഗോൾഡ് ഏറ്റവും കൂടുതൽ മാച്ച് ആയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വാം അണ്ടർടോണിൽ വരുന്ന ആളുകൾക്കാണ് ഗോൾഡ് കൂടുതൽ മാച്ച് ആയിട്ടുള്ളത്. ഇനി സിൽവർ ജ്വല്ലറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് കറക്റ്റ് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ അതൊരു കൂൾ അണ്ടർടോൺ ആണ്. ഇത് കണ്ടോ, ഞാനിപ്പോ യൂസ് ചെയ്തേക്കുന്നത് സിൽവർ ജ്വല്ലറി ആണ്. എനിക്ക് മാച്ച് ആവുന്നുണ്ട്, എന്റെ നെക്കിന് മാച്ച് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്താണല്ലോ, നമുക്ക് വയലറ്റ് കളർ കണ്ടല്ലോ. അപ്പൊ എന്റെ അണ്ടർടോൺ എന്ന് വരുന്നത് കൂളാണ്. ഇനി ഇത് രണ്ടും മാച്ച് ആയി പോകുന്ന ലക്കി ആയിട്ടുള്ള ആളുകളുണ്ട്. അതായത് സിൽവർ ഇട്ടാലും മാച്ച് ആവും, ഗോൾഡ് ഇട്ടാലും മാച്ച് ആവുന്ന ആളുകളുണ്ട്. അവരാണ് ന്യൂട്രലിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ? ഈ സ്കിൻ ടോൺ കണ്ടുപിടിക്കാൻ വേറൊരു ഐഡിയ കൂടി ഉണ്ട്. അതായത് നമുക്ക് സൺ ടെസ്റ്റ് നടത്തി നോക്കാം. അതായത് നമ്മൾ വെയിലത്ത് പോകുമ്പോൾ പെട്ടെന്ന് ടാൻ അടിക്കുന്ന ഒരു സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ അത് വാം അണ്ടർടോണിൽ വരുന്ന സ്കിന്നുകളാണ് കേട്ടോ. ഇനി ചില ആളുകൾ വെയിലത്ത് പോയി പുറത്ത് വരുമ്പോഴേക്കും ഫേസ് ബേൺ ആവും, അല്ലെങ്കിൽ റെഡിഷ് ആവും. അതൊക്കെ കൂൾ അണ്ടർടോണിൽ വരുന്നതാണ്. എനിക്ക് എപ്പോഴും റെഡിഷ് ആണ് ആവാറുള്ളത് സത്യം പറഞ്ഞാൽ. അപ്പൊ എന്റെ കറക്റ്റ് ആണ് കേട്ടോ, കൂൾ അണ്ടർടോൺ ആണ്. ഇനി ഇത് രണ്ടും ഉണ്ട്, അതായത് നിങ്ങൾ ടാനും ആവാറുണ്ട് എന്നാൽ റെഡിഷും ആവാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ അണ്ടർടോണിൽ വരുന്ന സ്കിൻ ടോൺ ആണ്. പിന്നെ മെയിൻ ആയിട്ടും പുറത്തു പോകുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ.
അപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞ ഡിഫറെന്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോൺ കണ്ടെത്തുക, എന്നിട്ട് വേണം അതിന് മാച്ച് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ സ്കിൻ ടോൺ മനസ്സിലാക്കിയാൽ നമുക്ക് അതനുസരിച്ച് ഡ്രസ്സോ ജ്വല്ലറീസോ ലെൻസോ എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും ക്ലിയർ ആയില്ലേ? ഇതെല്ലാം ഡൺ ആയില്ലേ? ഇനി ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യണം? വാം അണ്ടർ ടോൺ ആണെന്നുണ്ടെങ്കിൽ വാം യൂസ് ചെയ്യാം, ബേജ് എന്ന് പറഞ്ഞ ഷെയ്ഡ് യൂസ് ചെയ്യാം, ടാൻ എന്ന് പറഞ്ഞ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. ഇനിയിപ്പോ കൂൾ അണ്ടർ ടോൺ ആണെങ്കിൽ കൂൾ എന്ന് പറഞ്ഞ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം, ടാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ന്യൂട്രലിൽ പിന്നെ ഇത് രണ്ടും പോകും. ഓക്കെ, മെയിൻ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഫൗണ്ടേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. എന്നാലും പറയാണ്, ഫൗണ്ടേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണെക്കാട്ടും കുറച്ച് ലൈറ്റർ, നിങ്ങൾക്ക് കുറച്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്ററും കുറച്ച് ഡാർക്കറും നിങ്ങൾ എടുത്ത് വെക്കുക. എപ്പോഴും ലൈറ്ററും ഡാർക്കറും നമ്മൾ വാങ്ങി വെക്കുക, എന്നിട്ട് അത് രണ്ടും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. അപ്പൊ എന്റെ അണ്ടർടോൺ വരുന്നത് കൂളാണ്. കൂൾ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ വെയിലത്ത് പോയി വരുമ്പോൾ എനിക്ക് റെഡിഷ് ആവാറുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് സിൽവർ ജ്വല്ലറീസ് ആണ് ഗോൾഡിനെക്കാട്ടും കൂടുതൽ മാച്ച് ആവുന്നത്. ആൻഡ് എന്റെ വെയിൻ വരുന്നത് ഇതാ, നിങ്ങളെ ഞാൻ ലൈവായിട്ട് കാണിച്ചതാണ്, ഒരു പർപ്പിൾ കളറാണ് വെയിൻ വരുന്നത്. അപ്പൊ എന്റെ അണ്ടർടോൺ വരുന്നത് കൂളാണ്. അപ്പൊ നിങ്ങൾ ഫൗണ്ടേഷൻസ് വാങ്ങാനാണെങ്കിലും എന്ത് വാങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് ഇനി ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്റെ സിൽവർ മാച്ച്, ഈ ഡ്രസ്സിന് മാച്ച് അല്ല എന്നാലും എന്റെ സിൽവർ നെക്ലസ് ഞാൻ ഇട്ടിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ, ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ, ലെൻസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ സ്കിൻ ടോൺ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ധൈര്യത്തില് എന്ത് സാധനവും നമുക്ക് എളുപ്പത്തിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇതിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.